നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കളി തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ആരാധകർക്കൊരു വലിയ സങ്കടമാണ്. ആ തോറ്റ ടീമിൻ്റെ ആരാധകർക്ക് വീണ്ടും മറ്റേ ടീമിനെ കിട്ടണം, പകരം വീട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ നടക്കാറുണ്ടെന്ന് വെച്ചാൽ നടന്നിട്ടുണ്ട്. 2014 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീന തോറ്റു എക്സ്ട്രാ ടൈമിൽ ജർമ്മനിയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന്. 2 മാസങ്ങൾക്കകം, അത് ഈ കളി നടക്കുന്ന ജൂലൈയിലാണ്, ഓഗസ്റ്റും കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഉണ്ടായത്. ഫ്രണ്ട്ലി മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ അർജൻറ്റീന 2-4 ജർമ്മനിയെ പരാജയപ്പെടുത്തി. വേൾഡ് കപ്പ് ഫൈനലിലെ തോൽവിക്ക് പകരമാവില്ലെങ്കിലും അതൊരു ആശ്വാസമാണ് ആരാധകർക്ക്. അപ്പോൾ അതുപോലെ ഇത്തവണയും സ്പെയിനും അർജൻറ്റീനയും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടും എന്നുള്ള വിവരമാണ് അർജൻറ്റീൻ മാധ്യമം TNT സ്പോർട്സ് നൽകുന്നത്. ഇത്തവണത്തെ ഫൈനലിസിമ ഇതുവരെ നടന്നിട്ടില്ല. അത് കഴിഞ്ഞ മാർച്ചിൽ നടക്കേണ്ടതായിരുന്നു. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഷെഡ്യൂൾ ചെയ്ത ആ മത്സരം പിന്നീട് മിഡിൽ ഈസ്റ്റ് യുദ്ധം വന്നപ്പോൾ മാറ്റേണ്ടി വന്നു. ആ കളി 2028 യൂറോ കപ്പും കോപ്പ അമേരിക്കയും നടക്കുന്നതിന് മുമ്പ് നടത്തി തീർത്താൽ മതി. അപ്പോൾ ഈ വർഷം തന്നെ നടത്തണം എന്ന് ഫിഫ ആഗ്രഹിക്കുന്നു. നവംബർ മാസത്തിൽ ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഡബിൾ ഡേറ്റ് ഉണ്ട്. ആ സമയത്ത് ഒരു കളി നടത്താനാണ് ഫിഫ ആഗ്രഹിക്കുന്നത് എന്നാണ് TNT സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: ഫിഫ വാണ്ട്സ് ടു പ്ലേ ദി ഫൈനലിസിമ SOS നടന്നിരിക്കണം, അതാണ് SOS ഇൻ ദിസ് 2026 ആൻഡ് ഡബിൾ ഡേറ്റ് ഇൻ നവംബർ ഈസ് ഓൾറെഡി സൗണ്ടിങ് സ്ട്രോങ്. നവംബറിൽ മത്സരം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് TNT സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഏതായാലും ഇതിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. ഒരു ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് കോൺമെബോളും യുവേഫയും ചേർന്നാണ്. അവരാണ് ഈ കളി നടത്തേണ്ടത്. പക്ഷേ ഫിഫ ആഗ്രഹിക്കുന്നു ഈ മത്സരം നടക്കണം എന്നുള്ളത്. അത് സംഭവിച്ചാൽ അർജൻറ്റീന പക വീട്ടുമോ, അതല്ല അർജൻറ്റീനയ്ക്ക് വീണ്ടും പണി കിട്ടുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.